ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദാ ഞാൻ രാവിലെ എണീറ്റ് കുറേ നേരം ബെഡിലിങ്ങനെ മിഴിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ കിടന്നാൽ ശരിയാവില്ല, മോളെ പൊങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനിതാ എന്നെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നേക്കാണ്. ജസ്റ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്ത് സുന്ദരിയായിട്ടുണ്ട്. ഇനി ചായ വെക്കാൻ പോവാണ്. കിച്ചണിലേക്ക് എഴുന്നള്ളി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി ചായ വെക്കലാണ്. ഇന്ന് ഞാൻ വീറ്റ് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാനുള്ള വെള്ളം കൂടെ ഞാൻ അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ രണ്ട് സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഒറ്റ തവണ തിളപ്പിച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ വീറ്റ് പൊറോട്ട എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മൈൻഡിലും പൊറോട്ടേൻ്റെ ഒരു പിക്ചർ ഉണ്ടാവും. അങ്ങനത്തെ സംഭവമല്ല. ഞാനിതൊരു സ്ക്വയർ ഷേപ്പിലാണ്, അത്യാവശ്യം ലെയറൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര സോഫ്റ്റാണ്. സാധാരണ ചപ്പാത്തിനേക്കാളും കുറച്ച് ടേസ്റ്റ് ഡിഫറൻറ്റ് തോന്നും. ചപ്പാത്തീൻ്റെ ടേസ്റ്റ് കഴിച്ച് ആ ഒരു ടേസ്റ്റ് മടുത്ത ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തലേന്നത്തെ ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഐഡിയ ഇപ്പോൾ ഉദിച്ചതെന്ന്. ഞാൻ രാവിലെ കിടന്നിങ്ങനെ ആലോചിച്ച് ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുക, ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റിന് സെറ്റ് ചെയ്യുകയെന്ന് ഇങ്ങനെ ആലോചിച്ചെടുത്തപ്പം നോക്കിയതാണ്. ഞാൻ ആക്ച്വലി ജസ്റ്റ് ദോശയും ഗ്രീൻ പീസ് കറിയായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്. പിന്നെയാണ് ഞാൻ ഈ പ്ലാനൊക്കെ മാറ്റിയത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചോറെടുത്ത് നല്ല ബട്ടർ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതും കുറച്ച് വെള്ളവും ഉപ്പും മാത്രം മതി നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ എണീറ്റ് ഇങ്ങനെ ചുമ്മാ കണ്ണും വീഴ്ച കിടന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ, ഇപ്പം എൻ്റെ അവസ്ഥ എന്താ. അപ്പം രാവിലെ എണീക്കുക, ഇന്നെന്താ ഉണ്ടാക്കുക, ഇന്നെന്താ കഴിക്കുക, ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ. ചുമ്മാ ഇങ്ങനെ തിന്നാ ഉറങ്ങുക ഇങ്ങനെ ആയിപ്പോയി എൻ്റെ ലൈഫ്. ആക്ച്വലി ഞാൻ ഈ ലൈഫ്, ഇങ്ങനൊരു ലൈഫ്, ഇതുപോലത്തെ ഒരു കാം ലൈഫ് ഞാൻ ആഗ്രഹിച്ച തന്നെയാണ് കേട്ടോ. പക്ഷേ എന്തോ ഇതിങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ സ്പോയിലായി പോവാണോ എന്നുള്ള ഒരു കുറ്റബോധമൊക്കെ ചെറുതായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. കുറേ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന എല്ലാവർക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ടാവും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ലൈഫ് ഹോംലി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ, നമുക്ക് പീസ്ഫുള്ളായിട്ടൊന്ന് വീട്ടിലിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഞാനും അതുപോലെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു കൈക്കണക്കനുസരിച്ചിട്ടാണ് ഞാൻ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ചേർക്കുന്നത്. ആദ്യം പഞ്ചസാര ചേർക്കും, പിന്നെയാണ് ചായപ്പൊടി ചേർക്കുക. ഞാൻ ഇങ്ങനെയാണ് ചായ റെഡിയാക്കാറ്. ഇനി നമുക്ക് നമ്മളെ മാവ് കുഴച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിക്ക് ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അരച്ചെടുത്ത ഇതിൽ ചോറിനകത്ത് കുറച്ച് വാട്ടർ കൺസിസ്റ്റൻസി ആയിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ അത് കുറച്ച് കുഴഞ്ഞിരിക്കും. പിന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പം കുറച്ച് വെള്ളം ചേർത്താൽ മതിയാവും. പക്ഷേ ധൈര്യമുള്ളവർക്ക് മാവിലേക്ക് ഡയറക്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്കങ്ങനെ ധൈര്യമില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേർക്കും. ഇങ്ങനെ കിട്ടുന്ന ഉപ്പ് മതി എനിക്ക്, അത്രേ എനിക്ക് ധൈര്യമുള്ളൂ. ഫുഡിൻ്റെ കാര്യമൊക്കെ ആകുമ്പം ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ ഒരു ചടപ്പ് എനിക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ കഴിച്ചല്ലേ പറ്റൂ, നമ്മൾക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം എനിക്കതൊക്കെ ശീലമായി. എനിക്ക് ആദ്യം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അങ്ങനെ തന്നെ കഴിക്കുന്നതൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇപ്പം അതൊക്കെ ശീലമായി. കിട്ടുന്നത് എന്താണോ അത് ഞാൻ കഴിക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന എന്താ, കാം ലൈഫ്. ജോലിക്ക് പോകുന്ന സമയത്ത് തോന്നും, ഇതൊക്കെ ഒന്ന് റിസൈൻ ചെയ്ത് വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നെന്ന്. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ തോന്നും, ഇടയ്ക്കൊക്കെ ഒന്ന് ജോലിക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ഡെയിലി ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിൽ ഡ്യൂട്ടിക്ക് പോകലും പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു കേട്ടോ. ആ ടൈമിലൊക്കെ ഞാൻ വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് വീട്ടിലെ കാര്യം മാത്രം നോക്കിയിരുന്നാൽ മതിയായിരുന്നെന്ന്. പിന്നെ ഞാൻ ഏറെക്കുറെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികളപ്പം എൻ്റെ വീട്ടിലും ഇവിടെ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണെങ്കിലും എനിക്കിങ്ങനെ ഒരു ഹൗസ് വൈഫൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു.
പിന്നെ എൻ്റെ ജോലി എന്ന് പറയുന്നത് എന്നെ ആരും പുഷ് ചെയ്ത് പഠിപ്പിച്ചതൊന്നുമല്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കുറച്ച് വൈകി തിരഞ്ഞെടുത്തൊരു ഫീൽഡാണ് ആയുർവേദ നഴ്സിംഗ്. എനിക്ക് ഇഷ്ടമായിട്ട് തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാഷൻ എന്നുള്ളതിൻ്റെ ഒരു ഇതും കൂടെ എനിക്ക് ആ ജോലിയോട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസാണ് എനിക്ക് ജോലി ചെയ്യാനുള്ള ഓരോ ബുദ്ധിമുട്ട്. എല്ലാവരേക്കാളും എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അവരേക്കാളൊക്കെ കുറച്ചും കൂടെ ടയേർഡാവാൻ കാരണം എനിക്ക് എൻ്റെ ഈ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ടായിരുന്നു. വലിയ സ്ട്രെസ്സ് സ്ട്രെയിനൊക്കെ ഉള്ള ജോലിയൊന്നുമല്ല ഞങ്ങളുടെ. എന്തൊക്കെയാണെങ്കിലും ജോലിയുള്ള ഒരു ടൈം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇപ്പോഴും ഹാപ്പിയാണ്, ഹാപ്പിനെസ്സിന് കുറവൊന്നുമില്ല. പക്ഷെ അപ്പം ഞാൻ എക്സ്ട്രാ ഓർഡിനറി ഹാപ്പി ആയിരുന്നു. ഭയങ്കര ചില്ലായിട്ടാണ് ഒക്കെ ചെയ്തത് കേട്ടോ. ഞാനിതിങ്ങനെ കഥയൊക്കെ പറയുന്നതിനിടെ കൂടെ ഞാൻ പരത്തിയെടുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്രീൻ പീസ് കറിയും കൂടെ സെറ്റാക്കി എടുക്കണം. ഇതിൽ ഞാൻ ചുട്ടെടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ പെബിൾ പോലെ ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിപ്പോൾ ഇങ്ങനെ മടക്കി കുറുക്കി അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ചപ്പാത്തി പോലെ പരത്തി എടുത്ത് ചുട്ടെടുക്കാവുന്നതുമാണ്. ഞാനിങ്ങനെ ഒരു ആർഭാടത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ അതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ജസ്റ്റ് ഒരു ലെയറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, വേറെ എന്തോ ഉണ്ടാക്കി കഴിക്കുന്ന പോലെ. അപ്പം ഞാൻ ഗ്രീൻ പീസ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഉള്ളി ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഹാഫ് സോൾട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു 3 മുട്ടയും കൂടെ അതിലേക്ക് ഉടച്ച് ചില്ലിയാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് ലൂസി ആയിട്ട് ഉള്ളൊരു ഗ്രേവി ആയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത്. ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് അല്ലായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഗ്രീൻ പീസ് കറിയും ഈ വീറ്റ് പൊറോട്ടയും ഭയങ്കര ഒരു കോമ്പിനേഷൻ ആയിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. ആദ്യം ഒന്ന് ട്രൈ ആക്കി നോക്കി സെറ്റായി വന്നപ്പം വീണ്ടും ഒന്ന് ട്രൈ ചെയ്തതാണ്. ഇപ്പം ഞാൻ കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറച്ച് ബിസി ആവാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡ് കുറേ ഓക്കെയാണ് കേട്ടോ. ഇപ്പം ജോലിക്ക് പോവാത്തതിൻ്റെ ഒരു പ്രശ്നം എനിക്കില്ല. ഞാൻ ഫുൾ ടൈം ബിസിയാണ്. വീടും കുട്ടികളും പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പം ഇപ്പോഴത്തെ എൻ്റെ ലൈഫിൽ. അൽഹംദുലില്ലാ, ഇതിങ്ങനെ തന്നെ പോട്ടെ. എന്നും ഹാപ്പിനെസ് മാത്രം ഉണ്ടാവണേ എന്നൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു അഹങ്കാരമാണല്ലേ. ഹാപ്പിനെസ് ആയാലും വിഷമായാലും ഒക്കെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മൈൻഡ് എനിക്ക് പഠിച്ചോൻ തന്നാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.